ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ലേഹു ബേബിൻ്റെ ആദ്യത്തെ ലോങ് ട്രിപ്പാണ് കേട്ടോ ഇത്. വെക്കേഷനൊക്കെ അല്ലേ, എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ പോയോ? ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വയനാട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു റിസോർട്ട് എടുത്തിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് അടുത്ത ലൊക്കേഷൻ അവിടെ നിന്ന് തീരുമാനിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ട്രിപ്പിൻ്റെ വിശേഷങ്ങളിലേക്ക് പോയാലോ? നമ്മൾ സെലിബ്രേറ്റ് ആണ് നമ്മളെ ബേക്കിൽ നിൽക്കുന്നത്. സെലിബ്രേറ്റിക്ക് എന്താ പറയാനുള്ളത്? എൻ്റെ ഡാഡിൻ്റെയും വേണ്ടി വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും എനിക്കുണ്ട്. അപ്പോൾ നിങ്ങളും എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ. അങ്ങനെ പാട്ടൊക്കെ പാടി ചില്ലാക്കി ലൊക്കേഷനൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ പോകുന്ന സ്ഥലം ഏതാണെന്ന് വെച്ചാൽ പനമരത്തുള്ള ഒരു പ്രകൃതി രമണീയമായ ഒരു റിസോർട്ടിലേക്കാണ്. അവിടെ നല്ല പച്ചപ്പും കായലൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പോയി നോക്കട്ടെ. അപ്പോൾ ഞങ്ങൾ എന്താക്കുക, കാറിലിങ്ങനെ പോകുമ്പോൾ പാട്ടാടുകയും കഥ പറയും, തമാശ പറയും, ഫാമിലീനെ കൂടാകുമ്പോൾ നല്ല രസമല്ലേ. ഞങ്ങൾക്ക് എന്താ പറയുക, സമയം പോയത് അറിഞ്ഞിട്ടേ ഇല്ല. എന്താ പറയുക, അതിനിടയ്ക്ക് ഇസൻ്റെ ഓരോ കോമ്പികളും ഓളെ എന്താ പറയുക ദേഷ്യം പിടിപ്പിക്കാനായി എൻ്റെ ആങ്ങൾ ഓരോന്നും പറഞ്ഞോള് മുട്ടായി കുത്തിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കഥകളും ഓർമ്മകളും ഒക്കെ പങ്കുവെച്ചാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് നേരം യാത്ര ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്താക്കുന്നത്, അടുത്ത ലൊക്കേഷൻ ഇങ്ങനെ നോക്കി പോകുന്നത്. അങ്ങനെ നമുക്ക് അടുത്ത വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെറിയൊരു പ്രണയം, അതായത് ചെറിയൊരു സ്നേഹസ്പർശം പോലെയുള്ള ഒരു ഷർട്ട് എടുത്തു. അങ്ങനെ നമ്മൾ ഒരു ഓഫ് റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഓഫ് റോഡ് വഴിയാണ് ഈ പനമരത്തുള്ള റിസോർട്ടിലേക്ക് പോകുന്നത്. അത് ഒരു നല്ലൊരു വൈബായിട്ട് തോന്നി എനിക്ക്. ഓഫ് റോഡൊക്കെ നമ്മൾ എന്താ പറയുക, നമ്മളെ നാട്ടിൻപുറം പോലൊരു ഫീലാണ് നൽകുന്നത്. അപ്പം ഇതിൻ്റെ ഒരു സൈഡിൽ പറമ്പ്, ഒരു സൈഡിൽ പുഴയാണ്. പുഴയിലേക്ക് നോക്കി അതിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു. അപ്പം ആ പുഴയിലൂടെ നമുക്ക് കുളിക്കണം, നല്ല രസമാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ആ പുഴയിൽ നല്ല വെള്ളമാണോ ഒന്നും ഞങ്ങൾക്കറിയില്ല, നോക്കി വെക്കണം. അങ്ങനെ നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അവിടെ മക്കൾക്കൊക്കെ കളിക്കാൻ പറ്റിയ പല ഐറ്റംസ് സംഭവങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ എന്താക്കി, പൂളെങ്ങനെ ഉണ്ടെന്ന് പോയി നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ എന്താ പറയുക, പണ്ടത്തെ ഒരു എന്താ പറയുക ഫുട്ബോൾ കളി, ഷട്ടിൽ കളി, ഒരു പച്ചപ്പ് നാട്ടിൻപുറം പോലെ ഒരു ഫീല് അവിടെ നിന്ന് തോന്നിയത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ കുതിര വളർത്തലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ആ പൂളിൻ്റെ അടുത്തായിട്ട്. ഉണ്ടോ കുതിരകൾ? നല്ല രസമുണ്ടല്ലേ. അപ്പോൾ നമ്മൾ പൂള് അവിടെയാണ് വരുന്നത്. അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാട്ടോ. പിന്നെ കുതിരമ്മ കയറാനൊക്കെ പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ല, അവരോട് ചോദിച്ചു നോക്കണം. അപ്പോൾ ഇതാണ് മക്കളെ ഊഞ്ഞാലി, പൂള്, കുതിര, എന്താ പറയുക, കുറേ മാങ്ങമരമുണ്ട്, നിറച്ചും മാങ്ങകൾ, പ്ലാവ് നിറച്ചും ചക്ക. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് വെള്ളമിറക്കി. അവിടുന്ന് വേണേൽ പറിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ കുറേ മാങ്ങ പറിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പോകുമ്പോൾ. ഇപ്പം അതിനുള്ളൊരു മൂടില്ല. അങ്ങനെ ഞങ്ങൾ കുതിരൻ്റെ ഭംഗി ആസ്വദിച്ചു കായലിലേക്ക് വന്നതാണ് ഗൈസ്. കായലിലിപ്പോൾ തുറന്നില്ല, ഓലിപ്പം ചാവി കൊണ്ട് വരും എന്ന് പറഞ്ഞിട്ട് അതുവരെ വെയിറ്റ് ചെയ്യാട്ടോ. അവിടെ ഒരു ചങ്ങാടോ ഒരു പാത്രമൊക്കെ കണ്ടില്ലേ, എന്തായാലും അതിൽ കയറണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതിന് മുമ്പ് ഞാൻ ഇവിടെ ഒരു സാധനം കണ്ടിട്ട്, എന്താ ഈ സാധനത്തിന് പറയുന്ന പേര് നിങ്ങൾക്കറിയോ? പണ്ടത്തെ പുരാതന കാലത്ത് എന്താണ് ആട്ടുകല്ല്. അങ്ങനെ എൻ്റെ മോൾ ആട്ടുകല്ലിൽ അതൊക്കെ എടുത്ത് നോക്കി. ശക്തിമാൻ അത് അതിലൊക്കെ ഇട്ട് ഞാൻ മേലൊക്കെ വെള്ളം തെറിപ്പിച്ചോളൂ. പിന്നെ അവളെ പണിഞ്ഞിട്ടാ അതിൻ്റെ പുറത്തൊരു അതെടുത്ത് ഞാൻ പൊക്കി ഓക്കെ ശക്തി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഏർമരത്ത് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടെ പോകാനൊക്കെ ഭയങ്കര ഒരു പേടിയാണ് കേട്ടോ, അതിലേക്ക് നെരുങ്ങി വീഴുമോയെന്ന് വിചാരിച്ചിട്ട് ഉമ്മ പോകുന്നില്ല, ഉമ്മ വാവനെടുത്തുനിന്നാണ്. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി അതിൽ കയറാനുള്ള സെറ്റപ്പിന് മാപ്പിള ആദ്യം പോയി.
അത് വലിച്ചിങ്ങോട്ടാക്കി അതിൽ കയറിയിട്ട് ഇതാക്കണം. ഏർമാട് നമ്മളെ അടുത്തേക്ക് വലിച്ച് കൊണ്ടുവരണം. അതിന് പിന്നെ മാപ്പിള പണ്ടൊക്കെ ഇങ്ങനെ തോണിയൊക്കെ തൊയ്യുന്ന എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ല. മാപ്പിള പറഞ്ഞു വെച്ചതാണ്. അങ്ങനെ നമ്മൾ ഏർമാടത്ത് കയറിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇതിൽ മസ്റ്റ് ആയിട്ടും കയറി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെ കേട്ടോ. ചുറ്റുക്കും കാട്, പറമ്പ്, കുറേ പോത്തുകൾ, പിന്നെ പുഴയിലും കുറേ പോത്ത്, ഏർമാടത്തിൽ കുറേ സ്വന്തം പ്രിയതമയ്ക്ക് വേണ്ടി സ്നേഹനിധിയായ ഭർത്താവ്. ടൈറ്റാനിക് നിക്കണ്ടി ഇനി പറഞ്ഞതും ആക്ട് ചെയ്യണോക്ക് കടല് പറഞ്ഞതും മുതലൊക്കെ ഉള്ള മുതലല്ലേ മുമ്പിൽ നിക്കണേ. പിന്നെ കാറ്റ് പറഞ്ഞതും പൊള്ള്, കടല് പറഞ്ഞതും പൊള്ള്, കാലം പറഞ്ഞതും പൊള്ള്. ഇനിന്റെ തെറിഞ്ച് ടൈറ്റാനിക്കിൽ നിൽക്ക്. കായലിന്റെ നടുവിലൂടെ ഞങ്ങളിതാ യോയോ മറ്റൊരു എന്താ അതിന് പറയാ സാധനത്തിന് ഞങ്ങളുടെ ചങ്ങാടത്തിലൂടെ ഞങ്ങളിങ്ങനെ പോവുകയാണ്. ആ കൊട്ടക്ക് എന്തെങ്കിലും പറയാ കാക്കേ? സ്വർഗത്തേക്കാൾ സുന്ദരമാണ് മാങ്ങ. ഞങ്ങൾ പോയി മാങ്ങ പറിക്കാം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. ചെങ്ങാടത്തിൽ കയറി ചെങ്ങാടത്തിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചു. ചിമ്മിനി അടുപ്പുണ്ട്, ചിമ്മിനി വെച്ച് ചിമ്മിനി അടുപ്പ് കത്തിക്കാൻ പോവാണ്. സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. കണ്ടോ അപ്പം അമ്മക്ക് ഉണ്ടാക്കിയിട്ടൊരു പിടി പിടിക്കണം. ലെറ്റ്സ് സ്റ്റാർട്ട്. കുക്കിംഗ് മാസ്റ്റർ എന്താ ഉണ്ടാക്കുന്നത് നോക്കാം നമ്മൾ. എന്താണ് ഡിഷ് ഉണ്ടാക്കുന്നത്? എന്താ നൂഡിൽസ് ആണോ? കുക്കിംഗ് മാസ്റ്റർ മുട്ടടില്ല. അപ്പം ഫസ്റ്റ് ഡിഷ് ഞങ്ങൾക്കുണ്ട്. മഞ്ചൻ ഉണ്ടാക്കുന്നുണ്ട്. ബാക്കി ഞങ്ങൾക്ക് രണ്ടെണ്ണം. നൂഡിൽസ് പോകാം. ഇവിടെ ചക്കയുണ്ട്. ചക്കയുടെ തൈൻ്റെ മുകളിൽ നൂഡിൽസ് കഴിക്കുന്നു. ഓംപ്ലേറ്റ് അതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു.
ചൂടാന്നില്ലാക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ രാത്രിയായിട്ടുണ്ട് ഗൈസ്. ഓഹോ ഹോ ഓഹോ ഹോ. ഷെഫ് എന്താണ്? സിംഗിൾ ഡബിൾ ഡബിൾ ഡബിൾ. വേണ്ടേ? യോ യോ ചല്ല യമാ യമാ വെച്ചടാ. ചിക്കി പറിക്കാ നൂഡിൽസിനുണ്ടേ. ആ ചിക്കി പറിക്ക്. നൂഡിൽസിന് വെള്ളം എടുക്കും. ഈലാക്കിയാ സെറ്റായോ? ആ മാഡം നൂഡിൽസ് രസം ഉണ്ടാവും. നെക്സ്റ്റ് നൂഡിൽസ്. അങ്ങനെ നൂഡിൽസ് ആയിട്ടുണ്ട്. സൂപ്പർ സൂപ്പർ. അങ്ങനെ നൂഡിൽസും ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇനി പൂളിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം ചെറിയൊരു തണുപ്പുണ്ട് എന്നല്ലാണ്ട് വലിയ തണുപ്പും കാര്യമൊന്നുമില്ല. ഉള്ളിൽ കയറിയിട്ട് റൂമിൻ്റെ ഉള്ളൊക്കെ ഭയങ്കര ചൂടായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ കാക്കയും മോളും ഒക്കെ എപ്പോഴോ വന്ന് ഞാൻ വെള്ളത്തിൽ കുതിർന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു നല്ല അടിച്ച് പൊളിച്ച് തിമിർക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്നില്ല. ഓല് കുളിക്കുന്നോ നോക്കി കുറച്ച് നേരം ആയിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ്. അങ്ങനെ ഉണ്ടാക്കാനൊന്നും സമയമില്ല. സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് പുറത്തൊക്കെ ഇറങ്ങിയതാണ് ഗൈസ്. എന്താ കഴിക്കുക എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാൻ. അങ്ങനെ ലാസ്റ്റ് എന്താ കിട്ടുന്നത് വെച്ചാൽ നല്ല എന്താണ് അത് കഴിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മൾ നല്ല ചൂടുള്ള പത്തലും പൊറാട്ടയും ഉള്ള ചിക്കൻ ഫ്രൈയും മീൻ കറിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിഷു ആയതുകൊണ്ട് പടക്കം പൊട്ടിക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലായിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഒന്ന് തണുത്ത വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ മോളെ ഇടാന്ന്. അതാ എൻ്റെ ഭർത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളെ തോളിലിട്ട് ഞാൻ ഈ ഫോണിൽ കുത്തുന്നത് കണ്ടില്ലേ. അങ്ങനെ ഉമ്മ പ്രോ നീന്തലാണ് കേട്ടോ. അപ്പോൾ മോളെ കിടക്കാച്ച് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് നേരം പൂളിൽ കുളിച്ച് ഉറമാതിച്ച് അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പൂളിൽ നിന്ന് മതിയാളം കളിച്ചിറങ്ങി. അങ്ങനെ പോകുന്ന വഴിക്ക് അവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കോഴികളും പിന്നെ ഈ സാധനത്തിൻ്റെ പേരെന്താ കിനിക്കോയി, ലവ് ബേഡ്സ്, പല സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് എൻ്റെ മോളി ഈ കളിക്കുന്ന സാധനത്തിലൊക്കെ കയറിയിട്ടുണ്ടോ. അങ്ങനെ ഞങ്ങൾ കുളിച്ച് ഫ്രഷായി അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഗൈസ്. ഇനി ഞങ്ങൾ മസനഗുഡി വഴി ഊട്ടിലേക്ക് തിരിക്കാമെന്നാണ് വിചാരിച്ചത്. ഇവിടെ വലിയ തണുപ്പൊന്നും തോന്നായിട്ട് വലിയൊരു സുഖമില്ലായും. അപ്പോൾ നമുക്ക് അവിടുത്തെ തണുപ്പൊക്കെ ഒന്ന് ആസ്വദിക്കാം. അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.